പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പ്രതിഷേധവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് സംഘടന. ഒരു പീഡന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ തന്നെ പോലീസ് ഇൻസ്പെക്ടറും ഡിവൈഎസ്പിയും എസ്പിയും പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും അസോസിയേഷൻ ആരോപിച്ചു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നത്തെ ദിവസം കേരളത്തിലെ ഏറ്റവും അധികം ചർച്ചയായത് ഒരു യുവതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയിട്ടുള്ള വലിയ രീതിയിൽ ഒരു പീഡന പരാതിയാണ്. അതായത് ഒരു പരാതിയുമായി സ്റ്റേഷനിൽ എത്തുന്നതിനുമായി ബന്ധപ്പെട്ട് CI പീഡിപ്പിക്കുന്നു. പിന്നീട് ആ പരാതി CIക്കെതിരായ പരാതിയിൽ DYSP പീഡിപ്പിച്ചു, SP പീഡിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള വിവിധ വലിയൊരു രീതിയിലുള്ള ഒരു ആരോപണമാണ് യുവതി വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണത്തിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു വിഷയം ഉയർന്ന സമയത്ത് തന്നെ ആദ്യം ആരോപണം ഉന്നയിക്കപ്പെട്ട CI, പിന്നീട് DYSP, SP എന്നിവരെല്ലാം ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. കാരണം ഈ യുവതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അവർ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഹണി ട്രാപ്പ് സംഘവുമായിട്ടൊക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണ് യുവതി എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച CIയും പിന്നീട് DYSPയും അടക്കമുള്ളവരൊക്കെ ഈ രീതിയിൽ പുറത്തു വന്ന് പ്രതികരിച്ചത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് പിന്തുണയുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. കാരണം ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരും പിന്നീട് പോലീസ് സംഘടനയും രംഗത്ത് വരുന്നത്, അതിനൊരു പ്രതിരോധം ഒരുക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് അങ്ങനെ ഒരു അപൂർവമായ കാഴ്ച കൂടിയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ കേരള പോലീസ് ഓഫീസേഴ്സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CR ബിജുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കുറിപ്പോട്, ഒരു ഔദ്യോഗിക പേജിൽ, ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക പേജിലുള്ള ഒരു കുറിപ്പോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഒരു പ്രതിരോധവുമായി പോലീസ് ഓഫീസർ രംഗത്ത് വരുന്നത്. അവർ പറയുന്ന കാരണം നിലവിൽ സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊന്നും അസോസിയേഷൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിലൊക്കെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് അസോസിയേഷന്റെ നിലപാട്. പക്ഷേ ഇന്ന് പുറത്തു വന്ന ഒരു പീഡന പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക അറിയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കാരണം പ്രാഥമികമായ ഒരു പരിശോധനയെങ്കിലും ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ നടത്തേണ്ടതാണ് എന്ന രീതിയിലാണ് CR ബിജുവിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു പീഡന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന സ്ത്രീയെ പരാതി അന്വേഷിച്ച ഇൻസ്പെക്ടർ പീഡിപ്പിച്ചുവെന്ന പരാതിയുമായി DYSP അടുത്ത് ചെന്നപ്പോൾ DYSP പീഡിപ്പിച്ചുവെന്നും തുടർന്ന് വീണ്ടും പരാതിയുമായി SP അടുത്ത് ചെല്ലുമ്പോൾ തന്നെ SP പീഡിപ്പിച്ചുവെന്ന രീതിയിലുള്ള ഒരു ആരോപണം വരുന്നത് പ്രാഥമികമായി തന്നെ ഒരു അസ്വാഭാവികത എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇത് ഒരു മാധ്യമം ഇത് വാർത്തയാക്കി, ആ വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള ഹെഡ്ലൈൻ ഒക്കെ നൽകി വലിയ രീതിയിൽ പോലീസുകാർക്കെതിരെ ഒരു പ്രചാരണത്തിന് അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ അസോസിയേഷൻ ആരോപിക്കുന്നപ്പോൾ ഈ വാർത്ത തെറ്റാണെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന മാനഹാനിക്കും സമൂഹത്തിൽ നേരിടുന്ന ഒറ്റപ്പെടലുകൾക്കും അവരുടെ കുടുംബം അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്കും ഒക്കെ ആരുത്തരം പറയും എന്നുള്ളൊരു ചോദ്യവും ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഈ കുറിപ്പിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരവുമുണ്ട്. അതിന് എല്ലാവിധമായ പിന്തുണയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകുമെന്നുള്ളതും ഒരു പരസ്യമായ നിലപാടായി അവർ അറിയിക്കുന്നു. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വരുന്നു, ഈ ആരോപണത്തിന്റെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷേ ആ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത്, ഉദ്യോഗസ്ഥർക്കൊപ്പം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെ പരസ്യമായി രംഗത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നപ്പോൾ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിലൊന്ന് ഇത്തരമൊരു കേസിൽ, ഇത്തരമൊരു ആരോപണത്തിൽ ഒരു വശം സ്വീകരിച്ച് പോലീസുകാരുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.